അപ്പോൾ നമ്മൾ കൽപ്പിറ്റി ഐലൻഡിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ നമ്മൾ സ്കൂബയ്ക്ക് പോയത് ടീംസ് തന്നെയാണ് കേട്ടോ അവിടെ. സെറ്റ് ഇതിനാണ് പോകുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിലാണ് നമ്മളെല്ലാവരും പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിലാണ് പോകുന്നത്. നമ്മുടെ കോമെമ്പേഴ്സ് ഇതാണ് ഗ്ലാസ് ബോട്ട്. അപ്പോൾ നമുക്ക് ടർട്ടിൽ വാച്ചും അതുപോലെ മത്സ്യങ്ങളെ കാണാവുന്ന നോക്കാം. അങ്ങനെ നമ്മൾ കൽപ്പിറ്റി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൽപ്പിറ്റി ഐലാൻഡിലെ കാഴ്ചകളാണ്. എൻ്റെ വണ്ടി ബോട്ടിലുണ്ടായിരുന്നവരാണ് ഈ പോകുന്നത്. ഈ വൈകുന്നേരത്തെ കാഴ്ചകളെന്ന് പറഞ്ഞ പോലെ ഇതുണ്ടോ, സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. ബൈ. ഇതാണ് നമ്മുടെ നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമ്മളെ ഐലൻഡ് കാണിക്കാൻ കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് നമുക്ക് അകത്തു നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്? ആ 5-6 കിലോമീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ കറങ്ങി വന്നോണ്ടല്ലേ ആ ബോട്ട് എടുത്തെടുത്തുന്നല്ലേ? ഓക്കെ. ഇതൊക്കെ ഉണ്ടോ കോറലൊക്കെ നമ്മൾ ഡെഡായി ഇവിടെ ഒന്നുണ്ടോ സമാധിയായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ദ്വീപായിട്ട് വരുന്നതിനുള്ള കാരണമാണ്. ഈ ലക്ഷദ്വീപിൻ്റെ ഈ ഒരു പച്ച കളറുള്ള വെള്ളത്തിന് കാരണം ഇത് തന്നെയാണ്. ഇതിൻ്റെ ഷെല്ലൊക്കെ പൊടിഞ്ഞ് വരുന്നതുകൊണ്ടാണ് നല്ല വെള്ളം കളർ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഓരോ ഡെഡായി വരുന്ന, ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് ഡെഡായി വരുന്ന ആ ഒരു ഷെല്ലുകളും പവിഴപ്പുറ്റുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട്. നമ്മളും ഇപ്പോൾ ഇവിടെ ഐലൻഡ് കാണാൻ എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൽപ്പറ്റി ദ്വീപിലെ കാഴ്ചകൾ നടന്ന് കാണാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസം ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്ന് കൽപ്പറ്റി ഐലാൻഡ് കണ്ടു. ഇനിയിപ്പോൾ നാളെ രാവിലെ മടക്കം. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബ്രീഫായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ആകെ നമുക്കൊരു 3 ദിവസം എടുത്താൽ മതി. 3 നൈറ്റ് 4 ഡേ എടുത്താൽ മതി നമുക്ക് ഈ ഒരു അഗത്തി ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് സീസണുകളിൽ ടിക്കറ്റ് എടുക്കുമ്പോഴാണ്. ഇവിടെ ഏകദേശം ഒരു സെപ്റ്റംബർ 15 കൂടിയാണ് ഇതുപോലുള്ള ബോട്ടുകൾ ഇങ്ങോട്ട് അടുപ്പിക്കാൻ റൂളുള്ളത്. അതേ റൂള് അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് സൈറ്റ് സീയിങ് ചെയ്യാം വന്ന അന്ന് തന്നെ. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് സ്നോർക്കലിങ്ങും അതുപോലെ തന്നെ കയാക്കിങ്, സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ പറ്റും. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് തിരുനക്കര ഐസ്ലാൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റും.
അപ്പം വരുന്ന ദിവസം തന്നെ നമ്മൾ രാവിലെ വരുന്നെങ്കിൽ പറഞ്ഞ പോലെ ഈ കൽപ്പെട്ടി ദ്വീപും വിസിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 3 ദിവസം 4ാമത്തെ ദിവസം തിരികെ പോകുന്ന രീതിയിൽ എടുത്താൽ മതി. 4 ഡേ 3 നൈറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം കവർ ചെയ്ത് പോകാൻ സാധിക്കും. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ദീപുകാരുടെ നമ്പറൊക്കെ ഞാൻ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സൈറ്റ് സീയിങ്ങും ഷെല്ലുകളും കാഴ്ചകളൊക്കെ. ഇത് കണ്ടോ, പഴയ ഷെല്ലുകളാണ് ഈ കിടക്കുന്നത്, കണ്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഇന്ന് ലക്ഷദ്വീപിനോട്, ലക്ഷദ്വീപിലെ നമ്മുടെ അഗത്തിദ്വീപിനോട് നമ്മൾ ബൈ പറയും. കാരണം 4 ദിവസം ഇവിടെ നിന്നത് വളരെ എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതുണ്ടോ, ഇതിൽ ഇറങ്ങി നടക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ ഷെല്ല് കോറൽസ് പൊടിഞ്ഞുണ്ടാവുന്നതാണ്. ഇതെല്ലാം സമാധിയായി കിടക്കുന്നത് കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ വെളുത്ത് കിടക്കുന്നത്, നമ്മുടെ അവിടെ മണൽ കിടക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ദ്വീപിന് ഈ അവിടെ അടുത്ത് വരുന്ന ഈ കടൽ വെള്ളത്തിന് പച്ച നിറം വരുന്നത്. ഇപ്പോൾ നമ്മുടെ ടൈഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കടലും ശാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്നാൽ നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് നടന്ന് കാണാം. നമ്മൾ ലഗൂൺ ബീച്ചിനടുത്തു നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അതാണ് ഇത്ര ദൂരം. അതായത് നമുക്കങ്ങനെ ചുറ്റിക്കറങ്ങി നമുക്ക് ഗ്ലാസ് ബോട്ട് ആ വ്യൂവും ഒക്കെ കണ്ട് വന്നുകൊണ്ടാണ് നമ്മൾ ഒരു മണിക്കൂർ അടുത്തെത്തിയിട്ടുണ്ട്. 4 മണിക്ക് പോന്നിട്ട് ഇവിടെ വന്നപ്പോൾ 5 മണിയായി. അപ്പോൾ ഈ 5 മണിയായപ്പോഴത്തേക്ക് ഇത്രയും ദൂരം വന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അടിപൊളി നല്ല കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. എന്തായാലും ലക്ഷദ്വീപ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് ആസ്വദിക്കേണ്ട ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് ഇന്ന് ലക്ഷദ്വീപിനോട് വിട പറയുവാണ്. വീണ്ടും വരാൻ തോന്നിപ്പോകുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഈ ലക്ഷദ്വീപ്. അപ്പം നമ്മൾ അഗത്തി ഐലാൻഡിലെ നമ്മുടെ കൽപ്പെട്ടിയിലെ ഇതുണ്ടോ യൂണിയൻ ടെറിട്ടറിയുടെ ഒരു എംബ്ലമാണിത്. കണ്ട പക്കല്ലേ, സെറ്റല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരാണ്, നല്ല വൈബിലാണ് എല്ലാവരും. അപ്പോൾ ലാസ്റ്റ് ദിവസമായപ്പോഴത്തേക്ക് എല്ലാം ഓണായി, സെറ്റ് സ്ഥലം. ഇപ്പോൾ കൽപ്പെട്ടി ദ്വീപിലെ നമ്മുടെ ദ്വീപ് കാഴ്ചകൾ കണ്ടോ, കടൽക്കരയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഒരു കാട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ണപ്പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അടിപൊളി ഒരു കാഴ്ചകൾ. നമുക്ക് ദ്വീപുകളിനുള്ളിലേക്കുള്ള ഈ ഒരു കാഴ്ച നോക്കി ഇതൊക്കിടുക. ഈ ചെറിയ ഈ ഒരു കണ്ടൽമരം പോലെ ഇരിക്കുന്ന ഈ ഒരു ചെടിയുടെ ഇടയ്ക്കൂടെയുള്ളൊരു നല്ല ദൃശ്യമായ കാഴ്ചകളാണ്. എൻ്റെ മോനെ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്ന അടുത്തൊരു നമ്മുടെ കടലിൻ്റെ സൈഡിലേക്കാണെന്ന് തോന്നുന്നത്, കാരണം ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ എന്നാ സൂപ്പറാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരുടെ നാട്ടിലിത് കണ്ണി എന്നാണ് പറയുന്നത് ഈ മരം, ഈ ഒരു ചെടി. അപ്പോൾ നമ്മൾ വന്ന വഴിക്കെല്ലാം കണ്ടില്ലേ അത്. അപ്പോൾ ഇത് എന്നാണെന്നറിയില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ണി എന്നാണ് നമ്മുടെ ചേട്ടായി പറഞ്ഞു തന്നെ. ഇതേതും വരാം ചേട്ടാ, വകഭേദം തന്നെയാണോ? അപ്പോൾ കണ്ണിയുടെ ഒരു വകഭേദം തന്നെയാണ് ഈ ഒരു പ്ലാന്റ് എന്നാണ് അവർ പറഞ്ഞത്. വിറകിനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ഉമ്മ നമ്മളെ വഴക്ക് പറയണം, അവരുടെ ഒന്നും വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞ്. ഇത് ആദിത്യ കോട്ടയംകാരിയാണ്, നമ്മുടെ കൂടെ ഇവിടെ വന്ന് അവിടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ദ്വീപിൽ നിന്ന് അടുത്തൊരു ബീച്ചിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ആ ചേരമ്പിൽ കേൾക്കുന്നില്ലേ ഇതിലോ. ഇവിടെ എന്താണ് നമുക്ക് ചുറ്റും നോക്കാം. ഇതൊരു ചെറിയൊരു ദ്വീപാണ്. ഇപ്പോൾ കൽപ്പെട്ടി ഇപ്പം നമ്മുടെ സെറ്റാട്ടോ. ഇപ്പം നൈസ് സാധനം നമ്മൾ വന്നേക്കുന്നത് കണ്ടോ. മറ്റൊരു ലോകം അത്. ഓരോ ഇതുകൊണ്ട് ചെറിയൊരു ഗുഹ പോലെയൊക്കെ.
അടിപൊളി സ്ഥലം. ദ്വീപിൻ്റെ കാഴ്ചയിൽ മറ്റൊരു ഇതോടെ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ ഉള്ളൊരു ഫീലല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ഥലം പോലെ. എന്നാ പൊളിയാണ് നോക്കി, ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ നിൽക്കുന്നു. അപ്പോൾ കുഞ്ഞിബി നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഒളിച്ചിരുന്ന ആ ഒരു ഗുഹ പോലെയുള്ള സാധനം ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടനാണ് പറഞ്ഞു തന്നത്, അതടുത്ത് നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നതാണ്. കാണാനൊക്കെ എന്നാ സെറ്റാന്ന് നോക്കി, എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നു. അടിപൊളി സ്ഥലം. അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാട്ടോ. അല്ല ഇവിടെ ഒളിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞാലേ ഇതെല്ലാം നല്ല കോറലാണ്. കോറലൊന്ന് അടിഞ്ഞേക്കുന്ന പാറയാണ്, അതുകൊണ്ട് തന്നെ നല്ല വഴുക്കലുമുണ്ട്, നല്ല ഷാർപ്പാട്ടോ. കിടുക്കാച്ചി സ്പോട്ട് എന്താ കയറി വന്നപ്പോൾ കണ്ടതേ നല്ല സെറ്റ്. നാണക്കാരനാണ് ആളാണ്, നമുക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നെ. നല്ലൊരു നാച്ചുറൽ കേവ് ആട്ടോ ഇവിടെ വന്ന്. ഇവിടെ ഇതിന്റെ ചരിത്രം പണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായി. അപ്പോൾ പുള്ളി കുറച്ച് പ്രശ്നക്കാരത്തിയായിരുന്നു. അവർ ഇവിടെ ഇങ്ങനെ ഇത് പിന്നെ എന്താ പറയുക, ഈ നിധികളൊക്കെ കൊണ്ടുപോകാൻ, നിധി എന്നല്ല സ്വർണം ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ആ ടൈമിൽ പുള്ളീനെ ഓടിച്ചപ്പോൾ പുള്ളി ഈ സ്ഥലത്തായിരുന്നു വന്നത്, മറിഞ്ഞിരുന്നത്, ഒളിച്ചിരുന്നത്. ആ സ്ത്രീ ബി കുഞ്ഞിവി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാറേൻ്റെ പേര് ബി കുഞ്ഞിവി എന്ന് ആ ടൈമിൽ അവരിങ്ങനെ ആ ഒരു ഗുഹയാണ് കാണുന്നത്. ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരുന്നു. ഇപ്പം മണൽ കുറേ വർഷമായില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നല്ല വഴുക്കലുണ്ട്. ഞങ്ങൾ താഴോട്ടിറങ്ങി കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഐലാൻഡിലെ കാഴ്ചകൾ നമ്മൾ കണ്ട് ഇവിടെ നമ്മൾ പോവാട്ടോ. ഇനി നമ്മുടെ നാട്ടിലേക്ക് നാളെ രാവിലെ പോവാണ്. ഇത്താ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ അല്ലേ? അടിപൊളി, സൂപ്പർ. എന്താ എന്ത് എന്തോ കടൽ പാമ്പ് കിടക്കുന്നതിൽ എന്തോ കറുത്ത് കിടക്കുന്നത്, ഇതെന്താന്ന് മനസ്സിലായില്ല. ആ സീ കുക്കുംബർ, അതിൻ്റെ ഒരു ചെറുതാട്ടോ, സീ കുക്കുംബറിൻ്റെ ചെറുതാതെ. കാരണം നമ്മൾ സ്നോർക്കലിങ് പോയി കഴിഞ്ഞപ്പോൾ നല്ല ഈ ഒരു കളറല്ലായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവായിരുന്നത്. കണ്ട സെറ്റാട്ടോ. അങ്ങനെ കൽപ്പട്ടി ദ്വീപിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ മടങ്ങുകയാണ്. ഇന്നത്തോടെ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ എല്ലാ കാഴ്ചകളും കണ്ടു തീർന്നു. ഇനിയും തീർന്നെന്നല്ല, ഇനിയും അടുത്ത വർഷങ്ങളിലൊക്കെ വരണം. അപ്പോൾ നമ്മുടെ 4 ദിവസം ഇന്നിവിടെ കംപ്ലീറ്റ് ആയെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് മടങ്ങുകയാണ്. നാളെ രാവിലെ അലയൻസ് എയർലൈൻസിന് ഞങ്ങളെല്ലാവരും മടങ്ങി കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ടാണ് ലക്ഷദ്വീപിൽ നിന്നും മടങ്ങുന്നത്.